എല്ലാവർക്കും കേരള കിച്ചൺ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് തന്നെ പിങ്ക് ചമ്മന്തി അല്ലെ പിങ്ക് ചട്നി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിങ്ക് കളറ് ഒന്നുകിൽ ബീട്രൂട്ട് അരച്ചതുകൊണ്ടായിരിക്കാം പിങ്ക് കളർ, ബീട്രൂട്ടിൻ്റെ കൂടെ പുളിയൊക്കെ അരച്ച് അതുകൊണ്ടായിരിക്കും പിങ്ക് കളറെന്ന്. ഒരിക്കലും അല്ല, പുളിക്ക് പകരം ഞാൻ ചേർത്തിട്ടുള്ള സാധനമാണ് ഈ പിങ്ക് കളർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇതിൻ്റെ പേരാണ് മത്തിപ്പുളി അല്ലെങ്കിൽ വെണ്ടപ്പുളി എന്നറിയപ്പെടും. നിങ്ങളിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നതായിരിക്കാം. പല സൈഡിലേക്കും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെയൊക്കെ സൈഡിൽ നിന്ന് മത്തിപ്പുളി എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ധാരാളം വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാണാനേ ഇല്ല. സത്യം പറഞ്ഞാൽ കുറേ വർഷം, ഒരു 10-20 വർഷമെങ്കിലും ആയിക്കാണ് ഞാൻ ഈ സാധനം കണ്ടിട്ട് തന്നെ. ഇത് ശരിക്കും വെണ്ടയുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. കണ്ടില്ലേ, ഇതിൻ്റെ പൂവ് ശരിക്കും വെണ്ടയുടെ പൂ പോലെ തന്നെയാണ് ഈ പൂവ് ഇരിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിന് വെണ്ടപ്പുളി എന്നും പേര് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മത്തിപ്പുളി അല്ലെങ്കിൽ വെണ്ടപ്പുളി എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ നടക്കാൻ പോയപ്പം എനിക്ക് ഇവിടുന്ന്, അതായത് ഞാനിവിടെ താമസിക്കുന്ന അബുദാബിയിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ നടക്കുന്ന സൈഡിൽ കുറേ ഇങ്ങനെ മത്തിപ്പുളി നിൽക്കുന്നു. ശരിക്കും ഞാൻ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ കാണാൻ ഭയങ്കര പാടുള്ള സാധനമാണ് ഈ മത്തിപ്പുളി എന്ന് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അവിടുന്ന് 2-3 എണ്ണം പറിച്ചെടുത്ത്, കൂടുതൽ പറിക്കാൻ എനിക്ക് മനസ്സ് തോന്നില്ല. കാരണം ആരോ എങ്ങനെ കിളിച്ചു വന്നതെന്ന് എനിക്കറിയില്ല. നടക്കുന്നതിൻ്റെ സൈഡിലാണ് ഞാൻ ഇന്നലെ റൂട്ടൊന്ന് മാറ്റി പിടിച്ച് നടന്നു നോക്കിയത്. അതുകൊണ്ട് അവിടെ കുറേ നിൽക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ 2 എണ്ണം അവിടെ നിന്ന് പറിക്കാമെന്ന്. അങ്ങനെ ഞാൻ 2 എണ്ണം പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എന്തായാലും 2-3 എണ്ണം കൊണ്ട് ഒരിക്കലും നമുക്ക് മത്തിക്കറി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചമ്മന്തി അരയ്ക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പിങ്ക് ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഈ 3 മത്തിപ്പുളിയാണ് ഞാൻ പറിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിന്ന് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചമ്മന്തി അരയ്ക്കുന്ന മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം, പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ ഈ പുറം ചട്ടയിലെ ഈ പുറം പാർട്ട് ഇത് നമുക്കിതുപോലെ പൊളിച്ചെടുക്കണം. അകത്തൊരു കുരുവാണുള്ളത്. ആ കുരുവിൻ്റെ ആവശ്യമില്ല, കുരു നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കിങ്ങനെ പറിച്ചെടുക്കണം. ഇതിൻ്റെ പുറം തൊലിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇത് നല്ല പുളിയാണ്. നമ്മുടെ നാട്ടിൽ ഇരുമ്പം പുളിയില്ലേ, അല്ലെ ഇരുമ്പം പുളി, ചീമപ്പുളി എന്നൊക്കെ പറയുന്നതല്ലേ, ഏകദേശം അതിൻ്റെ ഒരു പുളിയുടെ ടേസ്റ്റാണ് ഇതിനും. അപ്പോൾ നമുക്കിതിൻ്റെ ആ പുറത്തെ ആ തൊലി നമുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ആവശ്യമുള്ള ചമ്മന്തിക്കുള്ള സാധനങ്ങൾ തന്നെ തേങ്ങ, അതുപോലെ തന്നെ കുഞ്ഞുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പുളിയുടെ സ്ഥാനത്താണ് ഈ മത്തിപ്പുളി ഇവിടെ ചേർത്തിരിക്കുന്നത്. സാധനം നമ്മൾ മറ്റേ വാളംപുളിയാണല്ലോ ചേർക്കുന്നത്. ആ സാധനത്ത് നമ്മൾ ഈ മത്തിപ്പുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പുളി ഇടേണ്ട യാതൊരു ആവശ്യമില്ല. നല്ല പുളിയുണ്ട് ഈ മത്തിപ്പുളിക്ക്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് സത്യം പറഞ്ഞാൽ അരകല്ലിലൊക്കെ അരച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറയുമ്പോൾ തന്നെ എനിക്ക് പണ്ടത്തെ ആ ടേസ്റ്റ് എൻ്റെ വായിലേക്ക് വരുന്നുണ്ട്. ഇത്രയ്ക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ളൊരു ചമ്മന്തിയാണിത്. പണ്ടൊക്കെ എനിക്ക് അമ്മ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും കാണാൻ കൂടി കിട്ടാറില്ല. അങ്ങനെ ഇത് പെട്ടെന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച്, കണ്ടില്ലേ, ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ ചമ്മന്തിയുടെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുളി ഇപ്പോൾ കുറേ കൂടെ അരയ്ക്കുമെന്നുണ്ടെങ്കിൽ നല്ല പിങ്ക് കളറായിട്ട് തന്നെ ചമ്മന്തി കിട്ടി. ഇപ്പോൾ എനിക്ക് 3 പുളിയല്ലേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ചമ്മന്തിക്ക് ഇത്ര ലൈറ്റ് പിങ്കായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ പുളി ഇച്ചിരി കൂടുതലായിട്ട് അരയ്ക്കുകയാണെങ്കിൽ നല്ല പിങ്ക് കളറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു പുളിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇത് ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ചമ്മന്തിയുടെ പുളിക്കുള്ള അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ മത്തിപ്പുളി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മത്തിപ്പുളി കിട്ടണമെന്നില്ല. കാരണം ഞാൻ ഇവിടെയെങ്കിലും നമ്മുടെ സൂപ്പർ മാർക്കറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള ആർക്കെങ്കിലും ഈ മത്തിപ്പുളി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചമ്മന്തി അരച്ച് നോക്കൂ. അതുപോലെ ഇത് വെച്ച് സ്ക്വാഷ്, നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ, ജ്യൂസ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലും ധാരാളം മത്തിപ്പുളി കിട്ടണം, ഞാൻ അത് വെച്ചൊരു ജ്യൂസ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മത്തിപ്പുളി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് അരച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് തീർച്ചയായിട്ടും പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സൈഡിലുള്ള കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ സാറിന് ഇടാറുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും അതുപോലെ തന്നെ റെസിപ്പീസ് വീഡിയോസുമാണ് ഇടാറുള്ളത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികളും ഇൻഫോർമേറ്റീവ് വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.